പ്രതിഷേധിക്കുന്ന പ്രതിഭയുടെ പ്രകാശനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2024 ഒരുപാട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. അതിൻ്റെ നമുക്ക് ഒരു 2024 പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തുടങ്ങുന്നത്. ആ യാത്രയിൽ നിങ്ങൾക്കും ഒത്തുചേരാം. ഇന്നു മുതൽ നമ്മൾ ആ ഷോ തുടങ്ങുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാം. നമ്മുടെ ഈ യാത്രയുടെ കൂടെ സഞ്ചരിക്കാം. അപ്പോൾ എല്ലാ എഴുത്തുകാർക്കും എല്ലാ ഭാഷാസ്നേഹികൾക്കും നമസ്കാരം. ഈ ഷോയിലേക്ക് സ്വാഗതം. ഗോസായിച്ചോറ് എന്ന കഥകളുടെ പ്രകാശനമാണ്. ഗോസായിച്ചോറ് ചെറുകഥകളാണ്. വളരെ വിലയേറിയ വിലപ്പെട്ട കഥകൾ കൂടിയാണ്. മലയാള കഥയിൽ നിന്നും രാഷ്ട്രീയ ഭാവനകൾ അന്യം നിന്ന് പോകുന്ന കാലത്താണ് ഈ ഗോസായിച്ചോറ് കഥകൾ ജനിക്കുന്നത് എന്നതാണ് ഈ കഥാ സമാഹാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഈ പുസ്തകത്തെ ഏറെ പ്രസക്തമാക്കുന്നത്. ഗോസായിച്ചോറിൻ്റെ കഥാകാരൻ എനിക്കേറെ പ്രിയപ്പെട്ടവനാണ്. സഹപ്രവാസി എന്ന നിലയിൽ പ്രിയപ്പെട്ടവനാണ്. എന്നതിലെല്ലാം ഉപരി എൻ്റെ കലാലയ അനുജനാണ് എന്നതാണ്. അക്ബർ ആലിക്കരയുടെ ഗോസായിച്ചോറ്. അക്ബർ ആലിക്കരയുടെ ആദ്യ പുസ്തകം ചിലക്കാത്ത പല്ലി ഈ പുരസ്കാരം എസ് കെ പൊറ്റക്കാട് പുരസ്കാരം നേടിയ വഴി ആ പുസ്തകത്തിനോട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അരാഷ്ട്രീയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ ഉറക്കെ പ്രഖ്യാപിക്കാനും അടിവരട്ട് പറയാനും അക്ബർ തയ്യാറായി എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് എല്ലാവിധ സ്വകാര്യതകളുടെയും അവരുടെ അവകാശങ്ങളെയും നിഷേധിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ നടത്തിയ ചില പ്രവർത്തനങ്ങളെയാണ് അന്ന് അക്ബർ ആലിക്കര വലിയ അർത്ഥത്തിൽ നഗര കേന്ദ്രീകൃതമായി നമ്മളുടെ ചെറുകഥയും സാഹിത്യവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. ഈ കാലത്ത് അക്ബർ തൻ്റെ കഥകളെ മുഴുവൻ ഗ്രാമീണ തലത്തിലേക്കും നാടൻ പദങ്ങളും നാടൻ ജീവിതവും നാട്യഭാഷകളും ഉപയോഗിച്ചുകൊണ്ട് അക്ബർ പുനഃപ്രദർശിച്ചിരിക്കുന്നത്. അത് ഈ പുസ്തകത്തിന് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാര്യം തന്നെയായിട്ട് ഞാൻ കരുതുന്നു. പത്തായപ്പുരയ്ക്കൽ ആയിഷ, ഉപ്പയുടെ മാതാവിന്, അങ്ങനെ 2 ആയിഷമാർക്കാണ് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. ആ പുസ്തകത്തിന്റെ പേരിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ. പിന്നെ ഗ്രാമീണത നിറഞ്ഞ കഥകൾ. അത് ഇന്നിപ്പോൾ നേരത്തെ പ്രതാപൻ സാർ പറഞ്ഞ പോലെ നഗരവും അതുപോലെ നാഗരികതയിൽ എഴുതപ്പെടുന്ന കഥകളാണ് ധാരാളം ഉള്ളത്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കുമ്പോൾ പ്രഭാതത്തിൽ നമ്മൾ ഏതോ വയൽവരമ്പിൽ കൂടെ നടക്കുന്ന പോലെ നമ്മുടെ കാലുകളിൽ മഞ്ഞിൽ നനഞ്ഞ പുല്ലോലകൾ തട്ടുന്നു, കിളികൾ കരയുന്നു, ഇത് കേരളമാണ് എന്നൊരു തോന്നലുണ്ടാവും. പിന്നെ ഈ ഗോസായിച്ചോറ് എന്ന കഥയെപ്പറ്റി മാത്രം ഞാൻ പറയാം. കാരണം ഇത് നമ്മുടെ ജാതീയതകൾ ഇന്നും പണ്ട് പിന്നെ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ഒക്കെ മതം ഇല്ലാതാക്കാൻ വേണ്ടി അവരുടെ ജീവിതം സമർപ്പിച്ചപ്പോൾ ഇന്ന് നമ്മൾ കൂടുതൽ മതത്തിൻ്റെ മലക്കെട്ടിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കൂടുതൽ ആ വലക്കണ്ണി പൊട്ടിച്ച് പുറത്തു പോകാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് ഇന്ന് ഭാരതം നിൽക്കുന്നത്. അതിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കഥയിൽ പറയുന്നുണ്ട്, നമ്മൾ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് തമ്പ്രാക്കന്മാരല്ല, ഞങ്ങളുടെ ജീവിതം അത് ഞങ്ങളുടേതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യനെ കശാപ്പ് ചെയ്യുകയും മനുഷ്യനെ വേട്ടയാടുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാടിനാണ് ശ്രീ അക്ബർ പോലുള്ള കഥകൾ എഴുതുന്നത്. പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നിങ്ങൾ ജയമോഹൻ്റെ 100 സിംഹാസനങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. അത് ആകെ 5 ചാപ്റ്ററുള്ള 10-24 പേജുള്ളൊരു പുസ്തകമാണ് കേട്ടോ. അത്ര മനോഹരമായിട്ടൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. അത്ര തൊട്ടാൽ കൈകൊള്ളുന്ന തരത്തിലുള്ള സബ്ജക്റ്റാണ്, ജാതീയതയാണ്. പുസ്തകം വായിക്കാത്തവർ വായിക്കണം. അതേപോലെ ഈ ഗോസായിച്ചോറ് എന്ന് പറഞ്ഞ പുസ്തകം
വായിക്കുമ്പോൾ പ്രതിഷേധിക്കുന്ന പ്രതിഭയുടെ പ്രകാശനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കലയ്ക്ക് ജീവിതത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കാൻ പറ്റും. ഇനിയും കലാപങ്ങൾ സൃഷ്ടിക്കാൻ, സാഹിത്യത്തിലൂടെ കലാപങ്ങൾ സൃഷ്ടിക്കാൻ ശ്രീ അക്ബറിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഞാനിതിൽ വായിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കഥയെക്കുറിച്ച് ഞാൻ പരാമർശിക്കാം. ആ കഥ ആനക്കാരി ആമിന എന്നാണ് പേര്. അക്ബർ ആലിക്കരയിലുമുണ്ട് ആനക്കാരി ആമിനയിലുമുണ്ട് മാത്രമല്ല ഇത് വളരെ രസകരമായ കൗതുകകരമായ ഒരു കഥയാണ്. കാരണം ഈ കഥകൾ കൊണ്ടാണോ ലോകം പടുത്തുയർത്തിയിരിക്കുന്നത് എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലാണ് കഥകൾ ഓരോ ദിവസവും പിറവികൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പണ്ട് ശ്രീനിവാസൻ ഒരു സിനിമയിൽ തമാശയായി പറഞ്ഞിരിക്കുന്നത് ആകെപ്പാടെ ഒരു 4-5 വികാരങ്ങളേ ഉള്ളൂ മനുഷ്യന്. അത് പ്രണയവും വിശപ്പും അതുപോലെ മരണവും ജനനവും ഒക്കെ ആയിട്ടുള്ള പല പ്രതിഭാസങ്ങളും വികാരങ്ങളും മാത്രമേ ഉള്ളൂ. ഈ കുറച്ച് വികാരങ്ങൾ വെച്ചിട്ടാണ് ലോകത്തെമ്പാടും ഇത്രയേറെ കഥകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും എത്രയെത്ര കഥകളാണ് പിറവിയെടുക്കുന്നത്. അപ്പോൾ കഥകൾക്ക് അവസാനമില്ല എന്നത് വീണ്ടും തെളിയിക്കുന്ന ഒരു കഥാകാരനാണ് അക്ബർ ആലിക്കര. പുസ്തകങ്ങൾ ഒന്നുമാകില്ല നിങ്ങളിൽ സങ്കല്പമില്ലെന്നാകിൽ, പുസ്തകങ്ങൾ ഒന്നുമാകില്ല നിങ്ങളിൽ സ്വപ്നങ്ങളില്ലെന്നാകിൽ, പുസ്തകങ്ങളിൽ പൂക്കും ആത്മാക്കൾ അറിയാൻ അല്പം ദയ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്നാണ്. അപ്പൊ ആ ദയയും സഹൃദയത്വവും ഒപ്പം തന്നെ കലാപരമായ എല്ലാ ഭാവവാഹാദികളുമുള്ള ഒരു വായനാ സമൂഹം ഈ ഷാർജയിലുണ്ട്. അക്ബറിന്റെ പുസ്തകം വായിക്കുമെന്നും ഈ ഗോസായി ചോറിനെ ഏറ്റെടുക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ ഭാവവും എന്തൊരു കഥയാണ്, വെന്ത് പൂത്തുലഞ്ഞ് വെന്ത് കിടക്കുന്ന ഒരു കഥയാണ്. ഷെയ്ഖുന എന്ന് പറയുമ്പോൾ നമ്മുടെ കാരണം മുസ്ലിങ്ങൾക്ക് അറിയാം, ഈ ഷെയ്ഖുന എന്ന് പറയുമ്പോൾ നമ്മൾ വല്ലാത്തൊരു ഈ പാതിവൃത്തിയൊക്കെ കൽപ്പിക്കും ശരിയാണെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കാരണം ഷെയ്ഖുന എന്ന് പറഞ്ഞാൽ അവർ മനുഷ്യർക്കപ്പുറം ജിന്നുകളുമായിട്ടൊക്കെ സംവദിക്കുന്ന മനുഷ്യാതീതമായ നന്മകളും ഒക്കെ ചേരുന്നു. അതുകൊണ്ട് സ്ത്രീകൾക്ക് പേടിയായിരിക്കും, കാരണം ജിന്നുകളുമായി സഹകരിക്കുന്നവർ സ്ത്രീകൾ കാണാൻ പാടില്ലെന്നാണ്. പൊതുവെ നമ്മുടെ നാട്ടിൽ തബലീഗുകാർ വന്നാൽ ഈ സ്ത്രീകളവർ മാറ്റിയും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ തബലീഗുകാർ വന്ന അവർ മതം പറയുമ്പോൾ പറയും സ്ത്രീകളൊന്നും മാറിയിരിക്കണമെന്ന് പറയും. അക്ബർ പറയുന്ന കഥകളെല്ലാം തന്നെ മനുഷ്യനെ കേന്ദ്രീകരിച്ചാണ്. മനുഷ്യന്റെ സങ്കടം, മനുഷ്യന്റെ സ്നേഹം, അവന്റെ വിഹുലതകൾ, അവന്റെ വിഷാദങ്ങൾ, അവന്റെ മോഹങ്ങൾ, മോഹഭംഗങ്ങൾ, അവന്റെ കാമനകൾ, ഇതെല്ലാം മനുഷ്യനെ കേന്ദ്രീകരിച്ച് വരുമ്പോഴാണ് അത് പകയില്ലാതെ വല്ലാത്തൊരു ആർദ്രതയോടെ ഈ കഥ നമുക്ക് വായിച്ചു പോകാൻ കഴിയുന്നു. തുടക്കത്തിൽ തന്നെ കഥയിലേക്ക് ആകർഷിക്കുന്ന ഒരു മന്ത്രം എങ്ങനെയോ ആലിക്കരയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് കൂടുതൽ പറഞ്ഞാൽ അധികമാകും, ക്ഷമിക്കുക. ഈ കഥ വായിക്കുക, നിങ്ങളെ തീർച്ചയായിട്ടും വേറെ തലത്തിലേക്ക് ഈ കഥ എത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ആ എഴുത്തുകാരൻ വിജയിക്കുന്നത്, ആ എഴുത്തുകാരൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് വായനക്കാരനിലേക്ക് സന്നിവേശിക്കാൻ കഴിയുമെങ്കിൽ അത് വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ചിലക്കാത്ത വലിയ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത് തീർച്ചയായും അത് വായനക്കാരനിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ ഭാവുകങ്ങൾ നേർന്നു. ഒട്ടും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഇരുണ്ട കാലത്തിലൂടെ വന്ന ഒരു ചരിത്രമുണ്ട് നമ്മുടെ നാടിന്. അരി എന്ന് പറയാൻ പോലും കഴിയാതെ കല്ലരി എന്ന് പറഞ്ഞിരുന്ന ആ ഇരുണ്ട കാലഘട്ടത്തിൽ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ആരെന്ത് കഴിക്കണമെന്നും എന്ത് ഭക്ഷിക്കണമെന്നും ഏത് വസ്ത്രം ധരിക്കണമെന്നും തീരുമാനിക്കപ്പെടുന്ന ഈ പുതിയ കാലം, ആ കാലഘട്ടത്തിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തെ എളിയ എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് അതിനെതിരെയുള്ള ഒരു ചെറിയ പ്രതിഷേധം എന്ന നിലക്കാണ് ഈ ഗോസായി ചോറ് എന്ന പുസ്തകം ഞാൻ എഴുതിയിട്ടുള്ളത്. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.